നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മലയാള മനോരമ പത്രമാണ്. മനോരമയിൽ ഇന്ന് മനോരമയുടെ തന്നെ ഒരു സ്പെഷ്യൽ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യ പേജിൽ മനോരമ നൽകിയിരിക്കുന്നത്. സ്നേഹനിറവിൽ ഹൃദയ ജൂബിലി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഹൃദയപൂർവ്വം രജത ജൂബിലി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. മനോരമയുടേത് മനുഷ്യത്വമുള്ള ഇടപെടലെന്ന ഗവർണർ. ഇവയാണ് ഹൈലൈറ്റുകൾ. ഹൃദയങ്ങളെ ഇനിയും തുടിക്കുക എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയുണ്ട്. അതിന്റെ വിശദമായ വാർത്ത പേജ് 15 വായിക്കാൻ സാധിക്കുക. ഇനി മനോരമയുടെ ഉൾപേജിലേക്ക് നോക്കുകയാണെങ്കിൽ നാടകീയ നീക്കം, MLA സ്ഥാനമൊഴിഞ്ഞ് അൻവർ, മമതയോട് രാജി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം PV അൻവർ MLA രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: നിലമ്പൂരിൽ മത്സരിക്കാനില്ല UDFന് പിന്തുണ. മറ്റൊരു ഹൈലൈറ്റ്: സതീശനോട് മാപ്പ്, ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ട് എന്നിവയാണ്. അതുപോലെ തൊട്ടരികിൽ മകരവിളക്ക് ഇന്ന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായി പൊങ്കൽ, തിരുവനന്തപുരം ഉൾപ്പെടെ 6 ജില്ലകൾക്ക് ഇന്ന് അവധി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി എന്ന വാർത്ത തൊട്ടരികിലായി നൽകിയിരിക്കുന്നതായി കാണാം. ഇനി താഴേക്ക് വരുമ്പോൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി കൊല്ലപ്പെട്ടത് ഷെല്ലാക്രമണത്തിൽ, ബന്ധു പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ എന്ന വിവരവും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി മനോരമയിൽ കാണാൻ സാധിക്കുന്ന വാർത്ത 10,000 കോടി ടീം എന്ന തലക്കെട്ടോടെ ഒരു സ്പെഷ്യൽ വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. വിശദമായ വാർത്ത കാഴ്ചപ്പാട് പേജിൽ വായിക്കാവുന്നതാണ്. പേജ് 8 അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് ഒരു ചിത്രമാണ്. കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി കുംഭമേള ആദ്യ ദിനം 60 ലക്ഷം പേർ പുണ്യസ്നാനം ചെയ്തു എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത ഈ ചിത്രത്തിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായി എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം സമാധാന വഴി എന്ന തലക്കെട്ടോടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു എന്നതാണ് വാർത്ത. വാർത്തയ്ക്കുള്ളിലായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ചിത്രം നൽകിയിരിക്കുന്നതായി കാണാം. അത് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ MT വാസുദേവൻ നായർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. മാതൃഭൂമി ഒരുക്കിയ രമണീയം MT കാലം എന്ന പരിപാടി സംബന്ധിച്ച് ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ആ ചിത്രത്തിന് തൊട്ടരികിലായി MT വീണ്ടുമെത്തി, ഓർമ്മകളിൽ നനഞ്ഞും നിറഞ്ഞും എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയെ നൽകിയിരിക്കുന്നതായി കാണാം. ഇനി മറ്റു വാർത്തകൾ പരിശോധിക്കാം. കിട്ടാക്കടത്തിൽ കുടുങ്ങും എന്ന തലക്കെട്ടോടെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കിട്ടാക്കടത്തിന് ആനുപാതികമായ തുക കരുതൽ ധനമായി നീക്കിവെക്കണമെന്ന നിർദ്ദേശം ഈ സാമ്പത്തിക വർഷാന്ത്യത്തിലെ ഓഡിറ്റ് മുതൽ കർശനമാക്കും എന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. പ്രാഥമിക സംഘങ്ങളിൽ കിട്ടാക്കടത്തിന് ആനുപാതികമായി കരുതൽ ധനം വേണമെന്ന നിർദ്ദേശം കർശനമാക്കി സഹകരണ രജിസ്റ്റർ എന്നൊരു ഹൈലൈറ്റും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. കരുതൽ ധനം ഇങ്ങനെ എന്ന തലക്കെട്ടോടെ അതിനെക്കുറിച്ചുള്ള ചില പോയിന്റുകൾ നൽകിയിരിക്കുന്നതായി കാണാം. അത് ലാഭത്തിലുള്ളവയിലും നഷ്ടത്തിലുള്ളവയും വേർതിരിച്ച് എഴുതിയിട്ടുമുണ്ട്. ഇനി മകരവിളക്ക് ഇന്ന് എന്ന വാർത്ത മാതൃഭൂമിയിലും കാണാൻ സാധിക്കും. തൊട്ടരികിലായി സമസ്തയിലും സമാധാനം എന്ന തലക്കെട്ടോടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ദേശീയ വോളി കേരളം ചാമ്പ്യന്മാർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇനി ഏറ്റവും ഒടുവിലായി നോക്കുകയാണെങ്കിൽ രാജിവെച്ച് അൻവർ, നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം PV അൻവർ MLA രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നതായി കാണാം. അടുത്ത പത്രം കേരള കൗമുദിയാണ്. മാതൃഭൂമിയിലെ പോലെ തന്നെ കുംഭമേളയുടെ ചിത്രം കൗമുദിയും നൽകിയിരിക്കുന്നതായി കാണാം. കുംഭമേളയ്ക്ക് ഉജ്ജ്വല തുടക്കം, ത്രിവേണിയിൽ സ്നാനം ചെയ്ത് 1.5 കോടി ഭക്തർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയും ഈ ചിത്രത്തിനൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചു, തൃണമൂൽ അൻവറിന് രാഷ്ട്രീയ പടച്ചട്ട എന്ന തലക്കെട്ടോടെ PV അൻവർ MLA രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ഈ വാർത്തയ്ക്കുള്ളിൽ ഒരു രസകരമായ കാർട്ടൂണും നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി കൗമുദിയുടെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ടാങ്ക് വേധ നാഗ്
MK2 മിസൈൽ പരീക്ഷണം വിജയം എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി യുവതിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയും കാണാൻ സാധിക്കും. സംഭവം ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ വെച്ചാണ്. ഇനി താഴേക്ക് വരുമ്പോൾ കൗമുദിയുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ TPയുടെ പോക്കറ്റിൽ കണ്ടത് എൻ്റെ മകന്റെ വിവാഹത്തിന് വരാനെടുത്ത ട്രെയിൻ ടിക്കറ്റ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് കൗമുദി നൽകിയിരിക്കുന്നത്. TPയുടെ കൊലപാതകത്തിൽ അന്നും ഇന്നും ഹൃദയവേദന എന്ന തലക്കെട്ടോടെയുള്ള ഒരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. രമയെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നൊരു ഹൈലൈറ്റ് ആണ് ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. ഇനി മറ്റ് ചെറിയ വാർത്തകൾ കൂടി നോക്കാം. സുഗത നവതി പുരസ്കാരം ശ്രീരാമൻ നാരായണന് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ പൊങ്കൽ 6 ജില്ലകൾക്ക് അവധി എന്ന വാർത്തയും കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിലായി നാളത്തെ UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചതിനെ കുറിച്ചുള്ള വാർത്തയും കാണാൻ സാധിക്കും. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലെ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 2 ചെറിയ വാർത്തകൾ നൽകിയിട്ടുണ്ട്. മകരവിളക്ക് ഇന്ന്, അതുപോലെ തന്നെ നാളത്തെ UGC നെറ്റ് മാറ്റി എന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നതായി കാണാം. ഇനി ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ ഇന്ന് നൽകിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് കൈവിട്ടാൽ ബാധ്യത ഏറ്റെടുക്കും എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്തയാണ്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: വിജയന്റെ കുടുംബത്തിനൊപ്പം CPM, കൊലപാതകത്തിനു പിന്നിൽ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം, IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം എന്നിവയാണ് ഹൈലൈറ്റുകളായി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നിയമനക്കോഴയിൽ കുരുങ്ങി ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെ കടബാധ്യത കോൺഗ്രസിന് വയ്യെങ്കിൽ CPM ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ചേർത്ത് പിടിച്ച് എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഒരു ചിത്രവും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്ത: മുത്തൂറ്റ് സമരം വിജയം കണ്ടു, തൊഴിലാളികളെ ഉടൻ തിരിച്ചെടുക്കണം എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത കാണാൻ സാധിക്കും. സമരത്തിന്റെ പേരിൽ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് പിരിച്ചുവിട്ട 164 തൊഴിലാളികളെയും ആനുകൂല്യവും വേതന കുടിശ്ശികയും നൽകി തിരിച്ചെടുക്കാൻ വിധി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ ധാരണാപത്രം ഒപ്പുവെച്ചു, ടെക്നോ പാർക്കിൽ വരുന്നു വേൾഡ് ട്രേഡ് സെന്റർ എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടരികിൽ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് ഇന്ന് തുടക്കം എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. താഴേക്ക് നോക്കുകയാണെങ്കിൽ നിക്ഷേപക സംഗമം UAE പ്രത്യേക സംഘത്തെ അയക്കും എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ലോജിസ്റ്റിക്സ്, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ നിക്ഷേപത്തിന് UAE എന്ന ഒരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി PV അൻവർ MLA രാജിവെച്ച വാർത്ത ഒരു ചെറിയ കോളം വാർത്തയായി ദേശാഭിമാനിയിൽ ഒതുങ്ങി പോവുകയാണ് ഉണ്ടായത്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ മാധ്യമത്തിന്റെ ഇടതുഭാഗത്തായി മകരവിളക്ക് ഇന്ന് ഭക്തനിറവിൽ ശബരിമല എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. താഴെയായി തൈപ്പൊങ്കൽ 6 ജില്ലകളിൽ ഇന്ന് പ്രാദേശിക അവധി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി തൃശൂർ സ്വദേശി റഷ്യയിൽ യുദ്ധമുഖത്ത് മരിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമത്തിലെ മറ്റ് പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഗസ വെടിനിർത്തൽ ചർച്ച അന്തിമഘട്ടത്തിൽ, പുലരട്ടെ സമാധാനം എന്ന തലക്കെട്ടോടെ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഇവയാണ്. ഹമാസ് സംഘം ഖത്തറിൽ അമീറുമായി കൂടിക്കാഴ്ച നടത്തി, കരാറിന്റെ കരട് രേഖ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായി റിപ്പോർട്ട് എന്നിവയാണ്. ഇനി ഈ വാർത്തയ്ക്ക് തൊട്ടരികിലായി തകർന്നു വീണ രൂപ ഡോളറിന് 86.70 എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ഡോളറിനെതിരെ രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച എന്നതാണ് വാർത്ത. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവ്, രണ്ടാമത്തെ ഹൈലൈറ്റ് ഓഹരി വിപണിയിലും വൻ വീഴ്ച എന്നിവയാണ്. ഇനി താഴേക്ക് വരുമ്പോൾ പദവിയൊഴിഞ്ഞ് അൻവർ എന്ന തലക്കെട്ട് നൽകി അൻവർ MLA രാജിവെച്ചതുമായ വാർത്ത നൽകിയിട്ടുണ്ട്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന ഒരു ചെറിയ തലക്കെട്ട് നൽകിക്കൊണ്ടൊരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കലങ്ങിമറിഞ്ഞ് അതിർത്തി എന്ന തലക്കെട്ടോടെ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ഞായറാഴ്ച ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വിളിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ എന്ന തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ എന്നതാണ്. ഇനി ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് വിദ്യാർത്ഥിനിക്ക് പീഡനം, 58 പ്രതികൾ എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. സംഭവം പത്തനംതിട്ടയിലാണ്. അറസ്റ്റിലായവർ 42 പേർ എന്ന വിവരവും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദീപികയാണ്. അൻവർ രാജിവെച്ചതിനെ കുറിച്ചുള്ള വാർത്ത വളരെ വിശദമായി ഏറെ പ്രാധാന്യത്തോടെയാണ്
ദീപിക നൽകിയിരിക്കുന്നത്. അൻവർ രാജിവെച്ചു എന്ന ഒരു ചെറിയ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ വാർത്തയ്ക്ക് വളരെയധികം പ്രാധാന്യം ദീപിക നൽകിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1.5 വർഷം ശേഷിക്കെ, UDFന് നിരുപാധിക പിന്തുണ, സതീശനോട് മാപ്പ് പറഞ്ഞ് അൻവർ എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് സബ് സ്റ്റോറികൾ നൽകിയിരിക്കുന്നതായി കാണാം. മകരജ്യോതി ദർശനം ഇന്ന് എന്ന വാർത്തയും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി എന്ന വാർത്തയും ദീപികയിൽ നൽകിയിരിക്കുന്നതായി കാണാം. ഒപ്പം അതിർത്തി വേലിയിലെ അതൃപ്തി, ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ എന്ന വാർത്ത ദീപികയും നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. തൊട്ട് താഴെ UGC നെറ്റ് പരീക്ഷ നീട്ടിവെച്ചതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് അപകടം, അടിയന്തര സഹായം നൽകുന്നവർക്കുള്ള പ്രതിഫലം ഉയർത്തും എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ആദ്യ ദിനം 60 ലക്ഷം പേർ സ്നാനം ചെയ്തു എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ പീച്ചി ഡാം അപകടം, 2 പെൺകുട്ടികൾ മരിച്ചു, ഒരാളുടെ നില അതീവ ഗുരുതരം എന്ന വാർത്ത ദീപിക നൽകിയിരിക്കുന്നതായി കാണാം. ഏറ്റവും ഒടുവിലായി റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളികളിൽ ഒരാൾ മരിച്ചു എന്ന വാർത്തയും ദീപിക നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ പത്രം ജന്മഭൂമിയാണ്. മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സുഗതനവതി പുരസ്കാരം ശ്രീമൻ നാരായണന് എന്ന വാർത്തയാണ് ജന്മഭൂമിയിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ജന്മഭൂമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മഹാകുംഭമേളയ്ക്ക് ശുഭാരംഭം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സന്നിധാനം ഒരുങ്ങി ഇന്ന് മകരവിളക്ക് എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ നൽകിയിരിക്കുന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതുപോലെ പീച്ചി റിസർവോയർ അപകടത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. പീച്ചി റിസർവോയർ അപകടം, ചികിത്സയിലായിരുന്ന 2 പെൺകുട്ടികൾ മരിച്ചു എന്നതാണ് വാർത്ത. അതുപോലെ തന്ത്രപ്രധാനം, അഭിമാനമായി സോനാമാർഗ് തുരങ്കം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വിശദമായ വാർത്ത തന്നെ ജന്മഭൂമിയിൽ കാണാൻ സാധിക്കും. മോദി രാജ്യത്തിന് സമർപ്പിച്ചു എന്ന ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോനാമാർഗ് തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ചിത്രവും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും. അടുത്ത ദിവസം വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.